കേരളത്തിൽ പല ചാനലുകളും ചർച്ച ചെയ്യുന്നത് കേട്ടു. സാന്ദ്ര തോമസ് പർദ്ദയിട്ടു. സാന്ദ്ര തോമസിന് എന്താ പർദ്ദയിട്ടൂടെ? സാന്ദ്ര തോമസ് പർദ്ദയിട്ടതിന് എന്താണ് ഇത്ര കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്? സാന്ദ്ര തോമസ് ഇതിനു മുമ്പ് ഏതെല്ലാം രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിരിക്കുന്നു. അവർക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അവർ ധരിച്ചു. അവർ പോയത് ഒരു കമ്മിറ്റിയിലാണ്, പള്ളിയിലല്ലല്ലോ, സിനിമയ്ക്കല്ലല്ലോ, പാർക്കിലല്ലല്ലോ. അവർ പോയ സ്ഥലം അവിടെ അവർക്ക് അത്ര സേഫ്റ്റി ആയി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവർ പർദ്ദ എന്ന വസ്ത്രം ധരിച്ച് അവരുടെ ശരീരം മുഴുവനും മറയുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ച് അവിടെ പോയി. അവിടെ ഉള്ളവരുടെ എല്ലാം കണ്ണുകൾ കഴുകൻ കണ്ണുകളാണെന്നുള്ളത് അവർക്ക് നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ പർദ്ദ ധരിച്ചു പോയത്. അതിനിത്രയും കോലാഹലങ്ങളുടെ വല്ലവും ആവശ്യമുണ്ടോ? സാന്ദ്ര തോമസ് പൊതുജനങ്ങൾക്ക് ഒരു സന്ദേശമാണ് നൽകുന്നത്. സിനിമാ ലോകം എത്ര അപകടം പിടിച്ച ഒരു അവസ്ഥയിലാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. കോടികൾ മുടക്കി സിനിമയെടുക്കുന്ന സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവിന് പോലും ഒരു കമ്മിറ്റിയിൽ ഒരു വസ്ത്രം ധരിച്ച് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വരുന്ന യുവ നടിമാർക്ക് അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ സാന്ദ്ര തോമസ് എന്ന് പറയുന്നത് കോടികൾ മുടക്കി സിനിമകൾ നിർമ്മിക്കുന്നവരാണ്. ഒരു നിർമ്മാതാവിന് പോലും മലയാള സിനിമയിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പുതുമുഖങ്ങളായി വരുന്ന നടികൾ അവർ എങ്ങനെയാണ് നിൽക്കുന്നത്? അവരെ എത്രമാത്രമായിരിക്കും പീഡിപ്പിക്കുന്നത്? ഇവർ ഈ വസ്ത്രം കൊണ്ട് നൽകുന്നത് സമൂഹത്തിന് ഒരു സന്ദേശമാണ്. സിനിമാ ലോകത്തിന്റെ പുഴുക്കുത്തുകളെയാണ് വ്യക്തമായി കാണിക്കുന്നത്. സാധാരണ ഒരു വസ്ത്രം ധരിച്ചു പോലും ഇത്തരം കമ്മിറ്റികളിൽ പോകാൻ കഴിയില്ല. അവിടെ അവരെ തോണ്ടുകയും മാന്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അവർ ഈ പർദ്ദയ്ക്കുള്ളിലേക്ക് കയറിയത്. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പർദ്ദ ധരിച്ച് ഇതിനു മുമ്പ് നമ്മളൊന്നും കണ്ടിട്ടില്ല, പിന്നെന്തിന് ഇപ്പോഴും മാത്രം അവർ ഈ പർദ്ദ ധരിച്ചു? ഇതൊരു ചോദ്യമാണ്. അവിടെ അത്രമാത്രം പീഡനങ്ങളാണ് നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അവർ ഈ കാണിക്കുന്നത്. സിനിമാ ലോകത്ത് നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. എല്ലാവരും പീഡകന്മാരാണ്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളെയും പുതുമുഖങ്ങളായി വരുന്ന നടികളെയും ഒക്കെയാണ് ഇവരൊക്കെ പീഡിപ്പിച്ചിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ മുൻനിര നായികമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ നേരെയും പീഡന ശ്രമങ്ങൾ ഉണ്ടായെന്നും ഞങ്ങളിൽ പലരെയും പീഡിപ്പിച്ചു എന്നൊക്കെയും. മലയാള സിനിമ ഒരു കുത്തഴിഞ്ഞ സ്ഥലമായി മാറിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുൻനിര നായിക തന്നെ പറഞ്ഞിരുന്നു, ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ നായകൻ ഒരു സീന് 19 പ്രാവശ്യം എടുപ്പിച്ചു എന്ന്. ഈ സ്ത്രീയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു ആ സീൻ 19 പ്രാവശ്യം സംവിധായകനെ കൊണ്ട് സിനിമാ നടൻ എടുപ്പിച്ചത്. അവരുമായിട്ടുള്ള ഒരു പാട്ട് സീനിലാണ് ഈ 19 പ്രാവശ്യം അവര് കെട്ടിപ്പിടിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യിച്ചത്. നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി സംവിധായകന്റെയും സിനിമാ നടന്റെയും ഒക്കെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ആ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന രീതിയാണ് അവരന്ന് പറഞ്ഞത്. 19, 20, 25 പ്രാവശ്യമൊക്കെ ഇതുപോലെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളും ചുംബിക്കുന്ന രംഗങ്ങളുമൊക്കെ സംവിധായകനെ കൊണ്ട് എടുപ്പിച്ച് ഇവരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ വികാരം. ഇപ്പോഴിവിടെ സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവിന് പോലും പർദ്ദയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നിരിക്കുന്നു. എത്ര കഷ്ടമാണെന്ന് നോക്കണം നമ്മുടെ സിനിമാ ലോകത്തിന്റെ പോക്ക്. പിന്നെ സാന്ദ്ര തോമസ് പർദ്ദയിട്ടുകൊണ്ട് പറഞ്ഞ ഒരു അഭിപ്രായത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. പർദ്ദയിട്ട് കഴിഞ്ഞാൽ തന്നെ ആരും നോക്കില്ല, അല്ലെങ്കിൽ തന്നെ ആരും തുറിച്ചു നോക്കില്ല, തന്നെ ആരും പീഡിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ അഭിപ്രായം പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയുന്നതല്ല. കാരണം ലോകത്തെല്ലായിടത്തും പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട്. പർദ്ദ ധരിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രമല്ല അവരൊന്നും പീഡിപ്പിക്കപ്പെടാത്തത്. ആ രാജ്യങ്ങളിലൊക്കെ ശക്തമായ നിയമങ്ങളുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യന് പോലും അവരെ ഒന്ന് തുറിച്ചു നോക്കാനുള്ള ഒരു ധൈര്യം പോലും ഈ രാജ്യങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. കാരണം തുറിച്ചു നോക്കിയാൽ പിന്നെ അവന്റെ കണ്ണ് ആ സ്ഥലത്തുണ്ടാവില്ല. തൊട്ടു നോക്കിയാൽ അവന്റെ കൈ, ആ തൊട്ട കൈ പിന്നീട് ആ സ്ഥലത്തുണ്ടാവില്ല. ഒരുപക്ഷെ അവൻ അതിലും കൂടുതൽ ചെയ്യണമെന്ന് വിചാരിച്ച് ഒന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ജീവിതകാലം മുഴുവനും ജയിലറയിൽ കഴിയേണ്ടി വരും. പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ അവന്റെ തലയും പോയി. ഇതാണ് ആ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പർദ്ദയ്ക്കുള്ളിൽ ഇത്രയും പൂർണ്ണമായ സുരക്ഷിതത്വം കിട്ടുന്നത്. അവിടെ ശക്തമായ നിയമങ്ങളുണ്ട്. ഒരുപക്ഷെ പർദ്ദ ഇട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ മനുഷ്യരാരും ഒരു സ്ത്രീകളെയും ശല്യപ്പെടുത്താറില്ല. ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം, ഞങ്ങളുടെ ഫാമിലികളൊക്കെ സൗദി അറേബ്യക്കൊക്കെ വരണ കാലത്ത് ഞാൻ പർദ്ദയും കൊണ്ടാണ് എയർപോർട്ടിൽ പോയിരുന്നത്. ഞാനെന്നല്ല, വിദേശത്തുനിന്ന് വരുന്ന ഇന്ത്യക്കാർ മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. കാരണം പർദ്ദ ഇട്ടുകൊണ്ട് മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളായിരുന്നു. അന്ന് ആ രാജ്യത്ത് ഒരു നിയമമുണ്ടായിരുന്നു, പുറത്ത് സഞ്ചരിക്കുന്ന എല്ലാ സ്ത്രീകളും പർദ്ദ
ധരിക്കണമെന്ന്. മുഖം മറക്കണമെന്ന് നിർബന്ധമില്ല, അന്നുമില്ല ഇന്നുമില്ല. അത് നമ്മൾ വളരെ കൃത്യമായി അനുസരിച്ചിരുന്നു. എയർപോർട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പർദ്ദ ധരിപ്പിച്ചാണ് ഞങ്ങളുടെ ഫാമിലിയൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു നിയമം അദ്ദേഹം തന്നെ പാസ്സാക്കി. നിങ്ങൾക്ക് പർദ്ദ എന്നത് ഒരു ചോയ്സ് ആണ്, പക്ഷേ മാന്യമായ വസ്ത്രം ധരിക്കണം. അത് പൂർണ്ണമായിട്ടും അപ്പോഴും ജനങ്ങളെല്ലാം അത് ഉൾക്കൊണ്ട് ഇവിടെ ജനങ്ങളെല്ലാവരും മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കുന്നു. പർദ്ദ ഇടുന്നവർക്കിടാം, ഇഷ്ടാത്തവർക്ക് വേണ്ട. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീ ശരീരം പുറത്ത് കാണുന്ന ഡ്രസ്സുകളൊന്നും അനുവദനീയമല്ല, അനുവദിക്കില്ല. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ വരുന്ന, ഇന്ത്യയിൽ നിന്നോ വിദേശത്തൊക്കെ നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ എല്ലാവരും ഇന്ന് ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലാത്തവർ അത്രയും പേരും ഇന്ന് അവരവരുടെ ദേശത്ത് ധരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ധരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളല്ലാത്തവരും മൊത്തത്തിൽ ഇവിടെ സാരിയും ചൂരിദാറും ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ വീട്ടുകാരും ഒക്കെ സാരിയും ചൂരിദാറും ഒക്കെ തന്നെയാണ് ധരിക്കുന്നത്. എന്നാലും അവരെ ആരും നോക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനെല്ലാമുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഡ്രസ്സ് മാത്രമല്ല വിഷയം, ശക്തമായ നിയമങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ ആരെങ്കിലും എന്നെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അവനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിച്ചിരിക്കും. ശക്തമായ നിയമങ്ങളാണ് വേണ്ടത്. നോക്കുന്നവനെ പിന്നെ നോക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനം വേണം. തൊടുന്നവനെ പിന്നെ കൈയുണ്ടാവരുത്. ബലാത്സംഗം ചെയ്യുന്നവൻ അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ഭയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ഒന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ സാരിയും ചൂരിദാറും ഒക്കെ നല്ല ഡ്രസ്സ് തന്നെയല്ലേ? അതൊക്കെ ഇവിടെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. സാരിയും ചൂരിദാറും ഒക്കെ നല്ല രീതിയിലിട്ട് ഈ രാജ്യത്തൊക്കെ നമുക്ക് സുഖകരമായി സഞ്ചരിക്കാം. ആരെയും നമ്മൾ ആരെയും തോണ്ടാനോ ശല്യപ്പെടുത്താനോ ഒന്നും വരില്ല. ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ തന്നെ ജീവിക്കുന്നവരാണ്. നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ ഒരു ശല്യങ്ങളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പർദ്ദ ഇട്ടിരുന്ന കാലത്തും ഉണ്ടായിട്ടില്ല, പർദ്ദ ഇടാത്ത കാലത്തും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു സത്യമായ കാര്യമാണ്. അതിനെയൊക്കെ നമ്മൾ കാണുന്നത് ആ ഡ്രസ്സിന്റെ വലിപ്പം മാത്രമല്ല, ശക്തമായ നിയമങ്ങളും കൂടെ ഉണ്ട്. അതിനോടൊപ്പം ഡ്രസ്സിന്റെ ഭാഗവും ഉണ്ട്. രണ്ടും തന്നെയാണ്. നിയമം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തിരുവനന്തപുരത്ത് കോവളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹവ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ആ ബീച്ചിലാണെങ്കിൽ ഏകദേശം 90% വരുന്നവരും യൂറോപ്യൻസ് ആണ് വരുന്നത്. യൂറോപ്യൻസ്, അമേരിക്കൻസ്, വെള്ളക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ പല പ്രാവശ്യങ്ങൾ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ജട്ടിയും ബ്രൗസറും ഇട്ടിട്ടും നഗ്നരായിട്ടും നിന്ന് വോളിബോളും പിന്നെ ബാസ്കറ്റ് ബാളും ഒക്കെ കളിക്കുന്നവരെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ ആരെയും ആർക്കും എന്തുകൊണ്ട് ബലാത്സംഗം ചെയ്യാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ അവരങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ട് ആർക്കും എന്തേ ഉത്തേജനം ഉണ്ടായി അവരെ കയറി പിടിക്കാൻ തോന്നുന്നില്ല. അവരെ പിടിച്ചാൽ വിവരമറിയും എന്നുള്ളത് കൊണ്ടാണ് അതൊന്നും സംഭവിക്കാത്തത്. കാരണം അവരത്രയും ശക്തരാണ്. അവർക്ക് പൊതുവിലെ അവർക്ക് 1-2 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരിടാനുള്ള കായിക ബലം അവർക്കുണ്ട്. രണ്ടാമത് അവരെ ആരെങ്കിലും ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അവർക്ക് അത്രയും ശക്തമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുമുണ്ട്. അതുപോലൊരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തേക്ക് വേണ്ടത്. എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ടാവണം, ശക്തമായ നിലപാടുകൾ ഉണ്ടാവണം. രാജ്യത്ത് ഒരു പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ശക്തമായ നിയമങ്ങളില്ലായ്മയാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 6 മാസമായ കുട്ടിയെ മുതൽ 75 വയസ്സായ മുതുമുത്തശ്ശിയെ വരെ പീഡിപ്പിച്ചിരിക്കുന്നു. ഇതിനൊന്നും വസ്ത്രവുമായി ഒരു ബന്ധവുമില്ല. ഇതൊക്കെ ക്രിമിനലുകളുടെ മെന്റാലിറ്റിയിലുള്ള പ്രശ്നങ്ങളാണ്, അവരുടെയൊക്കെ ചിന്താഗതിയിലുള്ള പ്രശ്നങ്ങളാണ്, ഭയമില്ലായ്മയാണ്. ആരെ എന്ത് ചെയ്താലും 3-4 വർഷം ജയിലിൽ കിടക്കുക, വീണ്ടും ശക്തനായി പുറത്തിറങ്ങി വരിക. നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ കാര്യം നമുക്കറിയാമല്ലോ. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ട് ജയിലിൽ പോയതിനു ശേഷം അവൻ സിനിമാ നടന്മാരെ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അസ്ഥികൂടമായി പോയവൻ സിനിമാ സ്റ്റാറുകളെ പോലെ അവിടെ ചെന്നിരിക്കുന്നു. പള്ളിക്കൂടത്തിൽ ഉപ്പുമാവും കഞ്ഞിയും, ജയിലിൽ കൊടുക്കുന്നത് മട്ടനും ചിക്കനും നല്ല ഫിഷും ഒക്കെ. ഈ സംവിധാനങ്ങളാണ് മാറേണ്ടത്. കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കാത്തതിന്റെ കാരണമാണ് വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരെ കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുത്തൻ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവന് വേണ്ടി എത്ര വക്കീലന്മാരാണ് വരുന്നത്? പൈസ കൊടുത്താൽ മതി, എന്തും നേരെയാക്കാൻ കഴിയും. എന്നാൽ ഇതുപോലുള്ള രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. കുറ്റം ചെയ്തവൻ എത്ര ക്യാഷ് കൊടുത്താലും അവന് മോചനമില്ല. ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ തല പോയത് തന്നെയാണ്, ഒരു മാറ്റമില്ല. അതിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നടപ്പാക്കേണ്ടത്. അറേബ്യൻ രാജ്യങ്ങളിലെ നിയമമാണ് 100% ഇത്തരം കാര്യങ്ങൾക്കെങ്കിലും, ഇതുപോലെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെങ്കിലും അറേബ്യൻ രാജ്യങ്ങളുടെ നിയമങ്ങൾ കൊണ്ടുവരിക തന്നെ വേണം. എങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് സ്വതന്ത്രരായിട്ടും സ്വസ്ഥമായിട്ടും ഏത് മേഖലയിലും ജീവിക്കാൻ കഴിയുകയുള്ളൂ. സാന്ദ്ര തോമസ് ഇന്ന് കാണിച്ചത് ശക്തമായ ഒരു സന്ദേശമാണ്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സ്വന്തം ശരീരം മുഴുവനും മറച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് സിനിമാ ലോകത്തുള്ളത്, നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നുള്ള
സാന്ദ്ര തോമസിന്റെ സന്ദേശം നാം നല്ല രീതിയിൽ ഉൾക്കൊള്ളണം.